ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റമദാനിലെ 5-ാമത്തെ ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് ഞാൻ കണ്ടുനോക്കാം. വീഡിയോയിലേക്ക് പോകും മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം. അപ്പോൾ ഇതാ അന്നത്തെ ദിവസത്തിലെ എൻ്റെ പണികളെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് തുടക്കാനുണ്ടായിട്ടുണ്ടായിന്. അതുപോലെ തന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം മാറ്റി അപ്പുറമെല്ലാം മൊത്തത്തിൽ ക്ലീനാക്കിയ ശേഷം ഞാനിതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് മുട്ട വെച്ചിട്ടും പിന്നെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടും സ്നാക്ക് റെഡിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാര്യമില്ലേ എന്നോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിന് ചില പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്സിൻ്റെ റെസിപ്പി കാണിക്കൂ ഉർഫു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം കാണിക്കാമെന്ന്. അപ്പോൾ ഇതാ ഞാൻ മുട്ടെല്ലാം കഴുകിയിട്ട് വേവിക്കാൻ വെച്ച് കൊടുക്കലാണ്. അപ്പം ഇന്നാണെങ്കിലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുടക്കാനും അടിച്ചു വാരാനും ബെഡ്ഷീറ്റ് മാറ്റാനും അലക്കാനിടാനും എല്ലാം ഉണ്ടായ ദിവസമാണ്. അതെല്ലാം കഴിഞ്ഞേരം തന്നെ പകുതി ആശ്വാസമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അത്താഴത്തിന് എണീച്ചാൽ ചായ കുടിക്കും. തലേദിവസം എന്തെങ്കിലും സ്നാക്കോ പത്തിരോ അങ്ങനെ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ കഴിക്കൽ. പിന്നെന്താ ഒന്നും ഇല്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ ഓട്സ് ഉണ്ടാക്കിയിട്ട് കഴിക്കും, കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം ഇട്ടിട്ട്. ഇന്നേതായാലും അത്താഴത്തിനെല്ലാം എണീച്ച് എന്താ പറയുക മോനെല്ലാം പോയി അതുവരെ എൻ്റെ പണി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. കിടന്നിട്ടില്ല. കാര്യം കിടന്നതിനാൽ പിന്നെ തുടക്കാനും അടിക്കാനെല്ലാം ഉള്ള ദിവസമാണെങ്കിൽ കിടന്നതിനാൽ പിന്നെ കുറേ സമയം താമസിക്കും. അപ്പോൾ രാവിലെ അത്താഴത്തിനെല്ലാം എണീച്ച് ഫുഡെല്ലാം കഴിച്ച് നമസ്കാരം ഊത്തും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം അടിച്ചു വാരിയിട്ട് തുടക്കാൻ ഇറങ്ങിയിട്ട് തുടക്കാനാന്ന് ഇറങ്ങിയത്. അപ്പോൾ രാവിലെ തന്നെ എല്ലാ പണിയും കഴിയും. പിന്നെ സിറ്റൗട്ട് കഴുകാനും ഉണ്ടായിട്ടുണ്ടായിന്. അതുപോലെ കളം അടിച്ചു വാരുകയും ചെയ്ത്. ഞാനിപ്പോൾ ഇതാ പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല അത്താഴത്തിന് എണീച്ച ടൈം തന്നെ എന്തെങ്കിലും പച്ചരി ദോശയെല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പച്ചരി അങ്ങനെ കുതിർത്ത് വെക്കും. എന്നിട്ട് ചോറ് കുക്കറിൽ വേവിക്കും. ഇപ്പം നോമ്പായതുകൊണ്ട് തന്നെ ആരും ചോറ് വെക്കൂലല്ലോ. അപ്പോൾ ചോറിൻ്റെ അരി ഉണ്ടാവില്ല ദോശയ്ക്ക് കൂട്ടാൻ വേണ്ടിക്ക്. അപ്പോൾ കുറച്ച് അരി കഴുകിയിട്ട് കുക്കറിൽ 1-2 വിസിൽ വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നായി കിട്ടും കേട്ടോ. അതെല്ലാം വേവിക്കാൻ വെച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ള പണികളെല്ലാം ചെയ്തിട്ടുണ്ടായിന്. ഇനിയിപ്പം ദോശയ്ക്കുള്ള മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ചെറുപയറിൻ്റെ അലവ് എന്ന് നമ്മൾ പറയും. ആ ഒരു പച്ചപ്പയറിൻ്റെ ഉള്ളിലുള്ള ഒരു മഞ്ഞ കളർ പയറില്ലേ, അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിക്ക് പറയുന്നതാണ്. കുറേ ആൾക്കാർ അതെന്താണെന്ന് ചോദിക്കലുണ്ട്. ആ സംഭവം കേട്ടോ. നമ്മൾ പയർ കഞ്ഞിയെല്ലാം ഉണ്ടാക്കുന്ന കഞ്ഞിൻ്റെ ആ ഉള്ളിലുള്ള ആ ഒരു യെല്ലോ കളർ സംഭവം, അതിന് നമ്മൾ ചെറുപയറിൻ്റെ അലവ് എന്നാണ് കേട്ടോ പറയൽ. അത് വെച്ചിട്ട് കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് ആ ഒരു കറി. ഞാൻ കഴിഞ്ഞ റമദാൻ്റെ ടൈമെല്ലാം കാണിച്ചിട്ടുണ്ടായിനി. ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ട് നല്ല നല്ല അഭിപ്രായം പറഞ്ഞ റെസിപ്പിയാണ്. ഞാനിതാ പിന്നെന്താ ബോണ്ട ഉണ്ടാക്കുന്നുണ്ട്. ബോണ്ടല്ല, ഒരു സാൻഡ്വിച്ച് ടൈപ്പിൽ റെഡിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കാൻ വേണ്ടിക്ക്. ഈ ഒരു എന്താ പറയുക ഈ പാനിപ്പൂരിയെല്ലാം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ ബോണ്ടക്കുള്ള ഉരുളക്കിഴങ്ങും പിന്നെ കറിക്കുള്ള ഉരുളക്കിഴങ്ങ്, ബോണ്ടക്ക് ഒരു ഉള്ളിയാണ് എടുത്തത്, കറിക്ക് ഒരു ഉള്ളി ചെറിയ സൈസിലുള്ള ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിന്. പിന്നെ കറിക്ക് മാത്രമായിട്ട് ഒരു 6-7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കറിക്ക് വേണ്ടിക്ക് തന്നെ 3 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ബോണ്ടക്ക് വേണ്ടിക്ക് ഒരു പീസ് ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ മുരിങ്ങക്കായും കൂടി തൊലിയാളൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം റെഡിയാക്കി എടുക്കലാണ്. അപ്പോൾ കറിക്കുള്ള ഐറ്റംസ് എല്ലാം റെഡിയാക്കി കുക്കറിൽ വെച്ച് പിന്നെ സ്നാക്കിനുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പോയിട്ട് കുളിച്ചിട്ട് നമസ്കരിച്ചിട്ട് ഓതാനും കിടക്കാനും എല്ലാം ടൈം കിട്ടും കേട്ടോ. പച്ചമുളക് നിങ്ങൾ ഇഷ്ടത്തിന് എടുക്കുക. ഞാൻ ബോണ്ടയ്ക്ക് കുറച്ചധികം പച്ചമുളക് എടുക്കലുണ്ട്. പിന്നെ കറിയിലേക്ക് വെളുത്തുള്ളിൻ്റെ അളവ് കൂടുതലിട്ട് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ റെഡിയാക്കി എടുക്കലാണ്. അതുപോലെ തന്നെ നമ്മളില്ലേ ചെമ്മീനും മുരിങ്ങവാളം ഇട്ടിട്ട് ഇങ്ങനെ വെക്കലുണ്ട്, മുരിങ്ങക്കായ ഇട്ടിട്ട് വെക്കലുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഇർഫാന ഷംഷീർ മുരിങ്ങക്കായ ചെമ്മീൻ കറി എന്നെല്ലാം ടൈപ്പ് ചെയ്തിനാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇതാണ് കേട്ടോ ചെറുപയറിൻ്റെ ഇലവ്. ഞാനിപ്പോൾ പാനിലിട്ട് കൊടുക്കലാണ്. ഒന്ന് ചൂടാക്കിയിട്ട് നല്ല സ്മെല്ല് വരുന്ന ടൈം ഇത് കഴുകിയിട്ട് കുക്കറിലിട്ട് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കഴുകിയിട്ട് ചൂടാക്കിയാലും കുഴപ്പമില്ല കേട്ടോ. എന്താ പറയുക, ഞാനിതൊന്ന് ചൂടാക്കാൻ വെച്ച് കൊടുക്കലാണ്.
അതിന് മുമ്പായിട്ട് അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് 3 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഉപ്പ് ചേർക്കുന്നില്ല എന്ന് തോന്നുന്നു. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് 3 വിസിൽ വരെ വേവിച്ചെടുക്കലാണ്. ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ബോണ്ടയിൽ നമുക്ക് സാധാരണ ഉണ്ടാക്കിയെടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ബണ്ണിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കഴിക്കാൻ വേറെ തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. 3 വിസിൽ വരെ വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങ്. ആ ഒരു ടൈമിൽ ഞാൻ മുട്ടയും വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു ചെറുപയറിൻ്റെ അളവ് ചൂടാക്കാനും വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടില്ലേ കരിഞ്ഞു വേണ്ട, നല്ലൊരു സ്മെല്ല് വരും. അന്നേരം നമുക്കിത് കുക്കറിലേക്ക് മാറ്റാൻ. കഴിഞ്ഞ റമദാൻ്റെ ടൈമല്ല ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിന്. ഇതിങ്ങനെ തന്നെ ദോശൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണെന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ചിക്കൻ ഫ്രൈ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിക്കൻ ഫ്രൈ ചെമ്മീനെല്ലാം ഫ്രൈ ആക്കിയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, കഴിച്ചാലും കൊതി തീരാത്ത അത്രയും അടിപൊളിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാനില്ലേ മുട്ടൻ്റെ സ്നാക്കും മറ്റ് എന്താ പറയുക ബോണ്ടി ഉണ്ടാക്കാനുള്ള മാവ് കുഴച്ചെടുക്കലാണ്. ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിക്ക് ഞാൻ 1 കപ്പ് മാത്രം 1.5 കപ്പ് എടുക്കുക. 1.5 കപ്പ് കടലമാവ് എടുക്കുന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ക്യുമിൻ സീഡ് ചെറിയ ജീരകയില്ലേ അത് കുറച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനില്ലേ എന്താ പറയുക രണ്ടും ഒരുമിച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ മുട്ട വെച്ചിട്ടുള്ള സ്നാക്ക് മാത്രം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ ഒരളവിലെടുത്താൽ മതി കേട്ടോ. ഒരു 10-12 മുട്ടക്കലം ഇത് കറക്റ്റ് അളവായിരിക്കും. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൽ 1 നുള്ള് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 2 ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ആർക്കെങ്കിലും കൊടുക്കുകയും ചെയ്യും. അപ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ളായിട്ട് കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ചധികം എല്ലാ ഐറ്റംസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം കാണിച്ചത് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലോണം ലൂസാക്കണ്ട, കുറച്ച് കട്ടിക്ക് തന്നെ റെഡിയാക്കി എടുക്കുക കേട്ടോ. മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കുക. എന്നിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ മുട്ടയിൽ മൊത്തത്തിൽ കൊട്ടായി കിട്ടൂല. പൊരിച്ച് വരുമ്പോൾ മുട്ട വേറെ സെപ്പറേറ്റ് ആയിട്ട് കാണും. അങ്ങനെ ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. എന്താ പറയുക, പണ്ട് മുതൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്നാക്കല്ലേ ഇത്. ഇതാണെങ്കിൽ എനിക്ക് മൈദ വെച്ചിട്ടുള്ളതാണ് കൂടുതൽ ഇഷ്ടം. ഇപ്പം ഞാൻ എന്താ പറയുക, മൈദ എൻ്റെ കയ്യിൽ ഇല്ല, തീർന്നുപോയി. അപ്പോൾ ഞാൻ കടലമാവ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ ബാറ്റർ ഉണ്ടാകാൻ വേണ്ടിക്ക്. നല്ല ലൂസായിട്ടും വേണ്ട, എന്നാൽ നല്ല തിക്കായിട്ടും വേണ്ട. ഇനി അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ മുട്ടയും കൂടി തൊലിച്ചെടുക്കലാണ്. അപ്പം ഇത് കുഞ്ഞു മുട്ടയാണ് കേട്ടോ. ആ ഒരു നാടൻ മുട്ടയില്ലേ അതാണ്. ഇത് വെച്ചിട്ട് ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. വലിയ മുട്ടനെ കൊണ്ട് ചെയ്യുന്നതിലും ഈ ചെറിയ മുട്ട വെച്ചിട്ട് ചെയ്യുമ്പം കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ തൊലി കളഞ്ഞെടുക്കലാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉമ്മ ഉണ്ടാക്കിയ പുഡിങ്ങിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. പുഡിങ് കാണിച്ചു തരാം. കുറേ ആൾക്കാർ അതിൻ്റെ റെസിപ്പിക്ക് ചോദിച്ചിട്ടുണ്ടായിന്. ഇൻഷാ അല്ലാഹ് ഞാൻ നാളെയോ മറ്റന്നാളെയോ ആയിട്ട് ഷെയർ ആക്കാം കേട്ടോ. കാര്യം ഞാനത് കഴിച്ചിട്ട് വീണ്ടും അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നോമ്പല്ലേ, വേസ്റ്റ് ആയി പോവും. അതുകൊണ്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എന്തായാലും ഷെയർ ആക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, പിന്നെ ഇതുപോലെ തന്നെ ഒരുപാട് പുഡിങ് റെസിപ്പീസും കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടോക്കെ ഒരുപാട് സ്നാക്സിൻ്റെ റെസിപ്പീസ് തന്നെ ചെയ്തിട്ടുണ്ട്. ഇർഫാന ഷംഷീർ സ്നാക്സ് റെസിപ്പീസ് അല്ലാന്നുണ്ടെങ്കിൽ പാർട്ടി വ്ളോഗ് എന്നെല്ലാം ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ കഴിഞ്ഞ റമദാൻ വ്ളോഗ് കാണാത്തവർ കണ്ടോക്ക്. ഞാൻ 1 മുതൽ ഏകദേശം 4 വരെയുള്ള ഇതിട്ടിട്ടുണ്ട്. 2ാമത്തേത് ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ആ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടോക്ക് കേട്ടോ. പിന്നെ ഞാനിത് മുട്ടയെല്ലാം കട്ടാക്കി എടുക്കലാണ്. ഈ മുട്ടയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചട്നിയിൽ കുഴച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ അത് കുറച്ച് പണി അധികമാണ്. അതുകൊണ്ട് ഞാൻ മുട്ട മാത്രം കട്ടാക്കിയിട്ട് അതിന് മുകളിൽ തേങ്ങൻ്റെ ചമ്മന്തിയില്ലേ അത് വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ മുട്ട മൊത്തത്തിൽ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ പീസ് ഉള്ളി എടുത്തിട്ടുണ്ട്. 1 മുറി തേങ്ങ, ചെറിയ പീസ് ഉള്ളി, എന്നിട്ട് അതിലേക്ക് 2 പച്ചമുളക്, കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക്, എരിവ് എത്രയാണോ വേണ്ട അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടില്ലേ വെള്ളമൊന്നും ഒഴിക്കാണ്ട് നല്ലോണം പൊടിച്ചെടുക്കുക. തേങ്ങേൻ്റെ വെള്ളം തന്നെ ഉണ്ടാവും കേട്ടോ, വെള്ളം ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഈ മുട്ടൻ്റെ മുകളിലായിട്ട് ഇത് ഓരോരോ ബോൾസ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കെച്ചപ്പെല്ലാം കൂട്ടിയിട്ട് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്.
അപ്പോൾ ഇതാ മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുക്കലാണ്. ഇതെല്ലാം ആകുമ്പോൾ നല്ല ചിലവേറിന രീതിയിലത്തെ സ്നാക്കല്ലേ, കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ നല്ലോണം ഇഷ്ടമായും ചെയ്യും. കാര്യം ഇത് ചമ്മന്തി, മുട്ട, കാര്യങ്ങൾ എല്ലാം ആയിട്ട് അടിപൊളിയല്ലേ. പിന്നെ കടലമാവെല്ലാം പൊരിക്കുമ്പോൾ എണ്ണയിലൊന്നും ഒട്ട് കുടിക്കും, എന്താ പറയുക, കടലമാവിൽ അരിപ്പൊടിയിലിട്ടിട്ട് പൊരിക്കുമ്പോൾ എണ്ണ കുടിക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ. നമ്മൾ എണ്ണയിൽ ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാലും എണ്ണ കുടിക്കുന്ന സ്നാക്കും ഉണ്ട്, എണ്ണ കുടിക്കാത്ത ടൈപ്പ് സ്നാക്കും ഉണ്ട്. ഇതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ കുടിക്കാത്ത ടൈപ്പ് സ്നാക്കാണ്. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുക്കലാണ്. ഇതിൽ നമ്മൾ മൈദയിലാണ് ചെയ്തെടുക്കൽ. ഭയങ്കര ടേസ്റ്റാണ് മൈദയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ. കടലമാവിൽ ചെയ്തതിലും ടേസ്റ്റാണ്. സെയിം ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. കടലമാവിന് പകരം മൈദ എടുത്താൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടിയെല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ്. മൈദയിലാകുമ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആ ഒരു ചെറുപയറിൻ്റെ അളവ് കഴുകിയിട്ട് കുക്കറിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 3 പച്ചമുളക്, 6 അല്ലി വെളുത്തുള്ളി, 1-2 ഉരുളക്കിഴങ്ങ്, 3-2 തക്കാളി, ഒരു ചെറിയ ഉള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചേർത്ത് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ കാണിക്കാൻ ഇട്ട് കൊടുക്കാൻ വിട്ടുപോയതാണ്. എന്നിട്ട് ഓയിലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായി. എന്നിട്ട് 2 വിസിൽ വരെ വേവിച്ചെടുക്കുക. ആ ഒരു ടൈമിൽ ഞാൻ ബോണ്ടക്കുള്ള മസാലയും കൂടി റെഡിയാക്കിയിട്ട് എന്താ പറയുക, ബോണ്ടക്കുള്ള മസാലയും കൂടി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏകദേശം പണികൾ തീരും കേട്ടോ. ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ ചൂടായ ശേഷം കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ 1 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി, ഒരു ഉള്ളി, 2-3 പച്ചമുളക് നല്ല ടേസ്റ്റി ആയിരിക്കും, എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഉള്ളിയിൽ ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. ജസ്റ്റ് ഒരു ഗോൾഡൻ കളറായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വേവിച്ചിട്ട് ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 3 ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് 3 വിസിൽ വരെ വേവിച്ചിട്ട് തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഇതിലേക്കില്ലേ നമ്മൾ സാധാ ബോണ്ട മാത്രം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ ചെമ്മീൻ ഉണ്ടെങ്കിൽ ഫ്രൈ ആക്കിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈ ആക്കാണ്ട് നമ്മൾ ഉള്ളി ഇട്ടപാട് ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് കുഞ്ഞ് ചെമ്മീനെ ഇല്ല വലിയ ചെമ്മീനാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കേട്ടോ ബോണ്ട കഴിക്കാൻ വേണ്ടിക്ക്. അതുപോലെ തന്നെയാണ് ചിക്കനോ ബീഫോ ഉണ്ടെങ്കിലും അതുപോലെ ചെയ്തെടുക്കുക. ചിക്കനും ബീഫെല്ലാം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ബോണ്ട കഴിക്കാൻ. അപ്പം അങ്ങനെ ചെയ്തെടുക്കുമ്പം കടലമാവിന് പകരം മൈദ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും അങ്ങനെ. അപ്പോൾ ഇതാ ഞാൻ ബോണ്ടക്കുള്ള ഫില്ലിങ്ങും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം കാര്യമായിട്ടൊന്നുമില്ല, കിച്ചണെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇതെല്ലാം ഒന്ന് പൊത്തി വെച്ചിട്ട് ഒന്ന് കുളിക്കാൻ പോകണം, എന്നിട്ട് നമസ്കരിക്കണം. ഇപ്പോഴേ എനിക്ക് കിച്ചണിലേക്ക് വരില്ല. പിന്നെന്താ മോനെ ബസ്സിൻ്റെ അവിടെ കൂട്ടാൻ പോകണം. അങ്ങനെ എന്തെല്ലോ പണികളുണ്ടാവും. പിന്നെ മോൻ വന്നു കഴിഞ്ഞാൽ കുളിപ്പിച്ച് മാറ്റി കൊടുത്ത് ഓനിക്ക് എന്തെങ്കിലും ഫുഡെല്ലാം കൊടുക്കും. പിന്നെ എന്താ പറയുക, പിന്നെ വൈകുന്നേരം ഒന്ന് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് വരും. എല്ലാം റെഡി ആയില്ലേ, ഫ്രൂട്ട്സ് അടക്കം കട്ട് ചെയ്തിട്ടെല്ലാം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എല്ലാം റെഡിയാവും. പിന്നെ വൈകുന്നേരം ഭയങ്കരമായിട്ടുള്ള ഒരു പണി ഉണ്ടാവില്ലേ, വലിച്ചു വാരിയിട്ട്. നമ്മൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ വല്ലാത്തൊരു ക്ഷീണവും കിടക്കാൻ തോന്നൂല. അപ്പോഴേക്കും ബേസിൽ കുറേ പാത്രവും ഫ്രൂട്ട്സ് കട്ട് ചെയ്ത വേസ്റ്റും കാര്യങ്ങളെല്ലാം ആയിട്ട് നിൽക്കാനും ഇരിക്കാനും കഴിയാത്തൊരവസ്ഥയായിരിക്കും. അതുകൊണ്ട് ഞാനെല്ലാം നേരത്തെ അങ്ങനെ ചെയ്തെടുക്കലാണ്. അപ്പോൾ ഇതാ മൊത്തത്തിൽ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വന്നത് വൈകുന്നേരം വന്നിട്ടാ. ഇതിപ്പോൾ 5:30 മണിയെല്ലാം ആയിട്ടുണ്ടാവും. 5:15 ആയിട്ടുണ്ടാവും കേട്ടോ. ഞാനിതാ കുക്കർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. കുക്കർ നമ്മൾ നേരത്തെ എന്താ പറയുക പയർ വേവിക്കാൻ വെച്ചിട്ടില്ലേ, അതിലേക്ക് ഞാൻ എന്താ പറയുക സത്യം പറഞ്ഞാലില്ലേ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ചിലപ്പോൾ കിട്ടലില്ല. മുരിങ്ങക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കുക. കുറച്ച് വെള്ളം കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടില്ലേ എന്താ പറയുക കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് മുരിങ്ങക്കായ വേവിച്ചെടുക്കുക കേട്ടോ. ആ ഒരു ടൈമിൽ ബോണ്ടിയും ആ ഒരു മുട്ടൻ്റെ സ്നാക്കും എല്ലാം റെഡിയാക്കി എടുക്കലാണ്. പിന്നെ ഈ ബാറ്ററി ഈ ഒരു ടൈപ്പിൽ വേണം കേട്ടോ. ഇങ്ങനെ ആക്കി വെച്ചിട്ട് പോയാലേ ബാറ്ററി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ, നല്ലോണം പൊങ്ങി വരും. എന്നിട്ട് ചെറിയ കുഞ്ഞു ബോണ്ട ആക്കിയിട്ട് എടുക്കുക. കാര്യം നമ്മൾ കുഞ്ഞ് ബണ്ണിലാണ് ഇത് നിറക്കുന്നത്. വലിയ ബണ്ണിലാണ് നിറക്കുന്നുണ്ടെങ്കിൽ വലിയ ബോണ്ട ആക്കിയിട്ട് എടുക്കുക. കുഞ്ഞ് ബണ്ണാകുമ്പം നമ്മൾ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും, ഒന്ന് ഫുള്ളായിട്ട് കഴിക്കാൻ കഴിയും. അങ്ങനെ ഇതാ ഞാൻ കുഞ്ഞു ബോൾസ് ആക്കി എടുക്കലാണ്. ഇപ്പോൾ ബോണ്ടയിലെല്ലാം ആകുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളകെല്ലാം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. എൻ്റെ കയ്യിൽ കറിവേപ്പില ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാണ്ടത്. എൻ്റെ മുറ്റത്തിലെ കറിവേപ്പിലാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിലൊരു യെല്ലോ കളർ ഒരു വൈറ്റ് കളർ കുത്തെല്ലായിട്ട് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിന് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ എല്ലാം ബോൾസ് ആക്കി എടുത്ത് ഓരോന്നായിട്ട് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കലാണ്.
അപ്പോൾ നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഒട്ടും എണ്ണ കുടിക്കാണ്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഈ ഒരു സ്നാക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്നാക്കാണ് ഈ ഒരു മുട്ട ബജി. ഈ തേങ്ങ ഇടാണ്ട് തന്നെ നമ്മൾ ഉള്ളി മാത്രം വഴറ്റിയിട്ട് എഗ് യോക്കില്ലേ അത് പൊടിച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കലുണ്ട്. മൈദയിലാണ് മുക്കിപ്പൊരിക്കുക. ഭയങ്കര ടേസ്റ്റാണ്, എത്ര കഴിച്ചാലും മതി വരാത്തൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഞാൻ ഓരോന്നായിട്ട് അങ്ങനെ ചുട്ടെടുക്കലാണ്. ഇതെല്ലാം ഞാൻ പിന്നെ സ്പീഡിൽ അങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിനി. കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുക്കാം. ഇങ്ങനെ കടിക്കുമ്പം തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കുഞ്ഞു ഐറ്റംസ് റെഡിയാക്കി എടുക്കുമ്പം. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കി എടുക്കലാണ്. ഞാനില്ലേ ഓരോരോ വീഡിയോയിൽ ഓരോരോ റെസിപ്പി ഷെയർ ആക്കി കഴിഞ്ഞാൽ എനിക്ക് ഫോട്ടോ എല്ലാം അയച്ചിരുത്തുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നും. ഭയങ്കര സന്തോഷമാണ് അത് കാണാൻ വേണ്ടിക്ക്. എന്താ പറയുക, ഒരു നമ്മളുണ്ടാക്കി അത് അവർക്ക് ഇഷ്ടമായി, അവരുടെ ഹസ്ബൻഡ് കഴിച്ചു, മക്കൾ കഴിച്ചു എന്നെല്ലാം പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മളെടുക്കുന്ന ആ ഒരു എഫേർട്ടിന് നിങ്ങൾ ഇത് കഴിച്ചിട്ട് അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഹൈറായിട്ടുള്ളൊരു കാര്യമല്ലേ. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഞാൻ ഓരോന്നായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കലാണ്. മൊത്തത്തിൽ പൊതിഞ്ഞിട്ട് ബോൾസാക്കി എടുക്കുക കേട്ടോ. ആ ഒരു ടൈമിൽ നമ്മുടെ മുരിങ്ങക്കോലും നമ്മൾ മുരിങ്ങവാളെന്ന് പറയൽ മുരിങ്ങക്കായയും വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും വലിയ ജീരകയില്ലേ ഫെനൽ സീഡ് അതും കൂടി അരച്ചെടുത്തതാണ്. എന്നിട്ട് അരിച്ചെടുക്കണം കേട്ടോ. ഇത് കുറച്ച് ലൂസായിട്ടുണ്ടാവും, പക്ഷേ തിളക്കുന്ന ടൈം ഒന്ന് കട്ടിയാവും കേട്ടോ. കാര്യം പയറല്ലേ, കുറച്ചധികം വെള്ളം തന്നെ വേണം. നല്ലോണം തിളപ്പിച്ചെടുക്കുക. ആ ഒരു ടൈമിൽ നമ്മുടെ ബോണ്ടിങ് കൂടി റെഡി ആകുന്നുണ്ട്. പിന്നെ അത് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ കുറച്ച് ആ കറിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, കടുക്, കറിവേപ്പില, വറ്റൽ മുളകെല്ലാം ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. കാച്ചി ഒഴിക്കാമെന്ന് പറയും. ഞാൻ ഇന്നില്ലേ അനാറ് വെച്ചിട്ടുള്ള ജ്യൂസാണ് കേട്ടോ റെഡിയാക്കുന്ന. കാര്യം അനാറ് കൊണ്ടുവന്നിട്ട് കുറേ നാളായി. അനാറ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വാടുന്നത് വരെ ഉപയോഗിക്കില്ല. പക്ഷെ അനാർ ഏറ്റവും നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടിലൊന്നാണ് അനാറും ഈത്തപ്പഴം. അപ്പോൾ നമ്മളും കൂടി ഇഷ്ടപ്പെടണം. ഏറ്റവും നല്ല ഈ അറബ്സിനെല്ലാം കണ്ണാടിടൽ കുറവാണെന്ന് എൻ്റെ ഉപ്പ പറയും. അവരൊന്നും കണ്ണാട യൂസ് ചെയ്യില്ല, കാഴ്ച കുറവ് അവർക്ക് കുറവാന്ന് പറയും. അവർ ഡെയിലി ഈത്തപ്പഴം കഴിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ എൻ്റെ ഉപ്പ ഈത്തപ്പഴം കഴിക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞിരുന്നതാണ്. സത്യമൊന്നും അറിയില്ല, പക്ഷെ എനിക്കത് സത്യമായിട്ട് തന്നെയാണ് തോന്നല്. പിന്നെന്താ, ഞാനിതാ അനാറിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പാൽ വെച്ച് കൊടുക്കലാണ്. എന്നിട്ട് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കലാണ്. ഇങ്ങനെ ഐസാക്കി വെച്ചുകൊണ്ടില്ലേ നല്ല എളുപ്പമൊന്ന്. അല്ലാന്നുണ്ടെങ്കിലേ ഉച്ചയെല്ലാം ആകുമ്പോൾ ഇങ്ങനെ പറയും ഐസാക്കിയിട്ടില്ല, മറന്നുപോയി എന്നല്ല. പിന്നെന്താ, ഞാനിതാ മധുരം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നില്ല. ഇടുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ഒക്കെ കുടിക്കുകയും ചെയ്യില്ല. അപ്പോൾ ഞാൻ ഈത്തപ്പഴം ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ല ഈത്തപ്പഴം ഒന്ന് കേട്ടോ. മഷ്റൂം എന്ന് പറഞ്ഞ മഷ്റൂം എന്ന് തോന്നുന്നു പേര്. നല്ല സോഫ്റ്റാണ് കഴിക്കാൻ വേണ്ടിക്ക്, അടിപൊളിയാണ്, നല്ല മധുരമുണ്ട്. അപ്പം ഇത് മാത്രം മതി. ഇതൊരു 5-6 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജ്യൂസിലേക്ക് ആവശ്യമുള്ള മധുരമാവും. അപ്പോൾ ഇതാ അതെല്ലാം ഞാൻ ഇട്ട് കൊടുക്കലാണ്. ഈത്തപ്പഴവും അനാറും വെച്ചിട്ട് ജ്യൂസ് അടിക്കാത്തവർ അടിച്ചു നോക്ക്, നല്ല അടിപൊളിയാണ്. നല്ല ടേസ്റ്റുമാണ്, നല്ലതുമാണ്. അങ്ങനെ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിനി, ഇർഫാന ഓറഞ്ച് ഒന്നും കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കില്ല, നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നല്ലതല്ല എന്നെല്ലാം പറഞ്ഞിട്ട്. ഞാനിപ്പം ശ്രദ്ധിക്കലുണ്ട് കേട്ടോ, ഓറഞ്ച് ഞാൻ കട്ട് ചെയ്ത് വെക്കൽ കുറവാണ്. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഞാൻ ജ്യൂസ് അടിക്കലാണ്. നല്ല കളറല്ലേ അനാറ് ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ. പിന്നെ നല്ല തണുത്ത അനാറ് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ അരിച്ചെടുക്കലാണ്. എനിക്കിങ്ങനെ നോമ്പിൻ്റെ ടൈമിൽ ഇങ്ങനെ അരിച്ചെടുക്കുന്ന ജ്യൂസിനോട് ഇഷ്ടം കുറവാണ്. വേറെ എന്തെങ്കിലും മാങ്ങ അല്ലാന്നുണ്ടെങ്കിൽ ഷമാമ് അവക്കാടെല്ലാം ആകുമ്പോൾ നമുക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ. പിന്നെന്താ, പാലെല്ലാം ഐസാക്കിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് അത്ര തണുപ്പ് വേണ്ട, അതുകൊണ്ട് എന്താ പറയുക ഐസ് ക്യൂബ്സാണ് കേട്ടോ ഇട്ട് കൊടുക്കൽ. അപ്പോൾ അതും കൂടി അരിച്ച് എടുക്കലാണ്. പിന്നെ പപ്പായ എല്ലാം നേരത്തെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു അനാറിൻ്റെ കളർ കാണാൻ വേണ്ടിക്ക്. ജ്യൂസ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ കാണാൻ വേണ്ടിക്ക് നല്ല ഭംഗിയാണ്. പിന്നെ ഈത്തപ്പഴത്തിന് പകരം പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ പഞ്ചസാര ഉപയോഗിക്കാൻ വിടലില്ല, കുറവ് തന്നെയാണ്. എന്നാലും ഞാൻ ചായയിലെല്ലാം പഞ്ചസാര ഇടലുണ്ട് കേട്ടോ. പഞ്ചസാര ഇടാണ്ട് എന്ത് ചായ എന്നാന്ന് വിചാരിക്കൽ. ഓരോരിക്കൽ നല്ല രസമല്ലേ എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാകുമ്പം പഞ്ചസാര ഇട്ട ചായ കുടിക്കാൻ വേണ്ടിക്ക്. ഇനിയിപ്പോൾ എല്ലാം കൂടിയിട്ട് അരിച്ചെടുക്കലാണ്. അപ്പോൾ ഈ ഒരു മിക്സിയിലെ ഈ ഒരു മെഷീനിലെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. കാര്യം നമുക്ക് ഈത്തപ്പഴം ആയാലും എന്ത് ഐറ്റംസ് ആയാലും പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും.
ഇനിയിപ്പോൾ അതെല്ലാം അന്നേരം തന്നെ കഴുകിയെടുക്കലാണ്. പിന്നത്തേക്ക് ഞാനൊന്നും മാറ്റി വെക്കലില്ല. അന്നേരം തന്നെ അതെല്ലാം കഴുകി വെച്ച് കഴിഞ്ഞാൽ പണി കുറേ കുറഞ്ഞു കിട്ടും കേട്ടോ. തുടച്ച് വെക്കാനുള്ളതാണെങ്കിൽ അങ്ങനെ തുടച്ചിട്ടും വെച്ച് കഴിഞ്ഞാൽ പിന്നെ കിച്ചണിലേക്ക് വരുമ്പം ഭയങ്കര പണിയായിട്ട് തോന്നില്ല. നമ്മൾ ജ്യൂസ് കുടിച്ച ഗ്ലാസും കാര്യങ്ങളും മാത്രമേ ഉണ്ടാവും. നമ്മൾ ഉണ്ടാക്കിയ പാത്രം കൂടി ആവുമ്പില്ലേ ഭയങ്കര പണിയായിട്ട് ഫീൽ ചെയ്യൽ. ഇനിയിപ്പോൾ എല്ലാം കൂടിയിട്ട് ഒഴിച്ചിട്ട് സെറ്റാക്കി വെക്കലാണ്. ഇന്നാണെങ്കിലില്ല എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ എന്തോ ഒരു മടിയെല്ലാം ഫീൽ ചെയ്യുന്നു. മടിയെല്ലാം തുടങ്ങി തോന്നുന്നു. കാര്യം കുറേ ദിവസം നമ്മളൊരു കാര്യം തന്നെ ചെയ്യുമ്പോൾ നമുക്കൊരു മടിയും മടുപ്പെല്ലാം തോന്നൂലേ. അങ്ങനെ ഇൻഷാ അല്ലാഹ് പറ്റുവാന്നുണ്ടെങ്കിൽ ഞാൻ നാളെ വീഡിയോ ആയിട്ട് വരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഉമ്മാൻ്റെ റെസിപ്പി ആയിട്ട് വരും കേട്ടോ. പിന്നെന്താ ഇതെല്ലാം അങ്ങനെ ഒഴിച്ചു കൊടുക്കലാണ്. പിന്നെ ഈ പാത്രങ്ങളിലില്ലേ കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് എവിടുന്നാണ് വാങ്ങിയെന്നെല്ലാം. ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ പറ്റുവാന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിൻ്റെ ഉള്ളിലായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാര്യം ഇപ്പോൾ എഡിറ്റിങ് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ഫോൺ നോക്കൂല. പിന്നെ രാത്രി എങ്ങാനും ആയിരിക്കും എടുക്കുക. അപ്പോൾ എന്തായാലും ഞാൻ രാത്രി എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്തോ കേട്ടോ. ഒന്നുകൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ട്രെൻഡ്യോളിൽ ഇതെല്ലാം അവൈലബിൾ ആണ്. ഞാൻ വാങ്ങിയതിൻ്റെ പകുതി വിലയിലാണ് കേട്ടോ. പകുതിയിലും അത്രയും വില കുറവിലാണ് ഇപ്പോൾ എല്ലാ പാത്രങ്ങളും ട്രെൻഡ്യോളിലുള്ളത്. കുറേ ആൾക്കാർ അതുകൊണ്ട് തന്നെ വാങ്ങുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പാത്രങ്ങളെല്ലാം വാങ്ങിക്കുമോ, ഞാൻ ലിങ്ക് കൊടുക്കുക. ട്രെൻഡ്യോൾ ഗൾഫ് കൺട്രീസിൽ എല്ലായിടത്തും അവൈലബിൾ ആണ്. നാട്ടിലുണ്ടോയെന്ന് ചോദിക്കലുണ്ടില്ല. നാട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിലേ നിങ്ങൾ ഫ്രണ്ട്സോ അല്ലാന്നുണ്ടെങ്കിൽ ഹസ്ബൻഡോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. പിന്നെ എക്സ്ട്രാ ഇപ്പം നല്ല ഓഫറല്ലേ, എക്സ്ട്രാ അപ് ടു 40% ഡിസ്കൗണ്ടും കൂടി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിക്ക് ഇർഫാന എന്ന് പറഞ്ഞ ഓഫർ കോഡ് യൂസ് ചെയ്താൽ മതി കേട്ടോ. IRFANA ഇർഫാന. ആ ഒരു ഓഫർ കോഡും കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ് ടു 40% ഓഫർ കിട്ടും. ആ ഒരു വെൽക്കമിൻ്റെ ഭാഗത്തുണ്ടാവില്ലേ, അത് ആ വെൽക്കം എന്നുള്ളത് മാറ്റിയിട്ട് ഇർഫാന എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനെല്ലാം വാങ്ങുന്ന ടൈമിൽ നല്ല പൈസ ഉണ്ടായിട്ടുണ്ടായിന് ഓരോ ഐറ്റംസിനും. പക്ഷെ ഇപ്പം നല്ല ഓഫറാണ്. ചെറിയ റേറ്റിനാണ് ഓരോ ഐറ്റംസും ഉള്ളത്. എന്നോട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കലുണ്ട്. ഇപ്പം എന്താ പറയുക, ഞാൻ ആണപ്പത്തിരി കുഞ്ഞറോട്ടി നാമത്തെ നിങ്ങൾ പറയും, ചെറിയ അപ്പില്ലേ അതിലുണ്ടാക്കുന്ന ആ ഒരു സ്റ്റീമറെല്ലാം ബ്ലാക്ക് പിങ്ക് സ്റ്റീമറെല്ലാം എവിടെ നിന്നാണ് വാങ്ങിയെന്ന് ചോദിക്കലുണ്ട്. അതെല്ലാം അവിടെ ഉണ്ട് കേട്ടോ. ലിങ്ക് കൊടുക്കുക. പിന്നില്ലേ ഞാൻ ചട്നി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബന്നിന് വേണ്ടിക്ക്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ സെയിം തേങ്ങ, മല്ലിയില, പച്ചമുളക്, കുറച്ച് ഉള്ളി വേണ്ട, പച്ചമുളക്, പിന്നെ കടലപ്പൊട്ടില്ലേ, വറുത്തെടുത്ത കടലപ്പൊട്ടുണ്ടാവില്ലേ, അത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത സെയിം മുട്ടക്ക് ചെയ്ത സെയിം ചട്നി റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. പക്ഷെ കടലപ്പൊട്ട് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഞാനിതാ ബെന്നെല്ലാം കട്ടാക്കി വെച്ചിട്ടുണ്ട്. മറ്റെല്ലാ ഐറ്റംസും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ടയും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ബോണ്ട ഇതിനുള്ളിലായിട്ട് വെച്ച് കൊടുക്കലാണ്. നല്ല ടേസ്റ്റാണ്. പിന്നെ ഉപ്പിലിട്ട വിനെഗറിലിട്ട മുളക് കക്കിരിയിലുണ്ടെങ്കിലേ അതും കൂടി ഉണ്ടെങ്കിൽ പിടിച്ചാൽ കിട്ടാത്ത അത്രയും ടേസ്റ്റാണ്. നമ്മൾ ചിക്കൻ്റെ സ്നാക്കെല്ലാം ഇഷ്ടപ്പെടുന്നവരാണ്, അത് മാത്രം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സ്നാക്ക് അത്രയും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ കുഞ്ഞു ബെന്നൻ എടുക്കാൻ ശ്രദ്ധിക്കുക. അതിലേക്ക് കുറച്ച് കെച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കെച്ചപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ ഉപ്പിലിട്ട അല്ലാന്നുണ്ടെങ്കിൽ വിനെഗറിലിട്ട ആ മുളകും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുട്ട ബജിയും കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഇതാ ഇത്ര തന്നെയാണ് കേട്ടോ ഇന്നത്തെ ആ നോമ്പുതറ വിഭവങ്ങൾ. പിന്നെ ദോശ ചുട്ടിട്ടുണ്ടായിനി. ആ ദോശ പിന്നെയാണ് കേട്ടോ ഞാൻ ചുട്ടേ. നമ്മളിതാ അൽഹംദുലില്ലാ 5ാമത്തെ നോമ്പും തുറന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മുഹമ്മദിലെ ഇരിക്കും കാര്യമായിട്ട്. ഓനിക്ക് ഫ്രഞ്ച് ഫ്രൈസ് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് പൊരിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊന്നും എനിക്ക് വേണ്ടാന്ന് പറയും. പിന്നെന്താ മൈസിമൻ ഹിപ്പർ ഉണ്ട് കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ ഓരോ ആ ഭാഗം കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കുന്നതാണ്. അപ്പം ഇതാ നമ്മൾ നോമ്പ് തുറക്കലാണ്. പിന്നെ നോമ്പെല്ലാം തുറന്ന് കഴിഞ്ഞ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ നോമ്പ് തുറക്കുന്നതിന് ലാസ്റ്റ് മിനിറ്റ് പോയിട്ട് ഇരിക്കാണ്ട് ഒരു 10 മിനിറ്റ് മുമ്പോ ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും പോയിട്ട് ടേബിളിൻ്റെ ഉള്ളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. നോമ്പ് തുറക്കുന്ന ടൈമിലെ പ്രാർത്ഥന എത്രയും പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ് കേട്ടോ. നമ്മൾ എന്ത് ആഗ്രഹങ്ങളുണ്ടെങ്കിലും പിന്നെ പാപമോചനത്തിന് വേണ്ടിക്കായാലും പിന്നെ നമുക്കത് ഉണ്ടാക്കി തന്നവർക്ക് വേണ്ടിക്കുള്ള പ്രാർത്ഥന, അങ്ങനെ എല്ലാവർക്കും വേണ്ടിക്ക് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഏറ്റവും വലിയ ടൈമാണത്. അപ്പോൾ പ്രാർത്ഥിക്കുക. പിന്നെന്താ എന്നിട്ട് ഈത്തപ്പഴവും വെള്ളവും കുടിച്ചിട്ട് നോമ്പ് തുറക്കുക. എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിക്ക് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ചായ കുടിക്കാൻ പോലാണ് കേട്ടോ. ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം ഞാൻ ആദ്യം തിന്നു. പിന്നെ നമസ്കാരമെല്ലാം കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കൽ. അപ്പോൾ ഇതാ മുട്ട ബജിയും പിന്നെന്താ
ബോണ്ട വെച്ചിട്ടുള്ള ആ ഒരു ബന്നും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിന്. നല്ല ഏലക്കായലിട്ട ചായക്ക് നല്ല ചൂട് ചായൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിക്ക് എത്ര കഴിച്ചാലും മതി വരില്ല കേട്ടോ. ചിക്കനും ബീഫും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി മടുത്തെങ്കിൽ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം വെച്ചിട്ടുണ്ടാക്കിക്കോ, അടിപൊളിയാണ്. പിന്നെ പച്ചമുളകാണ് ഇതിൻ്റെ കൂടെ ഞാൻ വെച്ച് കൊടുത്തേ. വിനെഗറിലിട്ട മുളക് ഉണ്ടെങ്കിൽ ഇതിലും അടിപൊളിയായിരിക്കും കേട്ടോ. ഇങ്ങനെ പച്ചമുളക് തന്നെ കഴിക്കുന്നവരുണ്ട്, പക്ഷേ എനിക്കൊന്നും എന്തായാലും കഴിക്കാൻ കഴിയൂല. വിനെഗറിലിട്ട മുളകാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കടിക്കാൻ അടിപൊളിയായിരിക്കും. ഇനിയിപ്പോൾ ഇതാ കുറച്ച് കഴിഞ്ഞേരം ഞാൻ വേഗം ദോശ ഇട്ടെടുത്തിട്ടുണ്ട്. ഞാൻ കഞ്ഞി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കഞ്ഞി എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ. ആ ചെറുപയറിൻ്റെ അളവും കുറച്ച് ബിരിയാണി അരിയും എടുക്കാം. ചെറുപയറിൻ്റെ അളവ് ഒന്ന് വറുത്തിട്ടെടുക്കണം കേട്ടോ. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം. അതിലേക്ക് തേങ്ങാപ്പാലിൽ കുറച്ച് എന്താ പറയുക ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് അരച്ചിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കഞ്ഞി റെഡിയാവും കേട്ടോ. ചിലരിതിൽ പച്ചപ്പയറിൻ്റെ പകുതിയില്ലേ, നിങ്ങളെന്താ പറയുക എനിക്കറിയില്ല, കൊത്തുപയറാ, അതിട്ട് കൊടുത്തിട്ട് വേവിക്കുന്നവരുണ്ട്. അതും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഈ ഒരു കഞ്ഞിനെക്കാട്ടിയും ടേസ്റ്റിയാണ് അത് ഉണ്ടാക്കുമ്പോഴാണ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇക്കാക്ക് വിളമ്പി കൊടുക്കലാണ്. എപ്പോഴും പറയുന്ന പോലെ ത്രാവിയൊക്കെ മുമ്പായിട്ട് നമ്മൾ ഫുഡ് കഴിക്കും. പിന്നെ കഞ്ഞിയും കൂടി വിളമ്പിയിട്ടുണ്ട്. ഈ ഒരു കറി ഇതുവരെ ട്രൈ ആക്കി നോക്കാത്തവർ ട്രൈ ആക്കി നോക്ക്. ചിക്കനും ബീഫും കാര്യങ്ങളെല്ലാം കൂട്ടിയിട്ട് മടുത്തെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ, അതൊന്നും വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കറിയെല്ലാം അടിപൊളിയാണ്. പിന്നെ ഈ കറി തന്നെ, ഇതുപോലത്തെ കറി തന്നെ ഈ ബീഫ് കറിയെല്ലാം വെക്കുന്ന ആ ഒരു ടേസ്റ്റിൽ വെച്ച റെസിപ്പീസെല്ലാം ഒരുപാട് റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ കണ്ടു നോക്ക്. നമ്മൾ കഞ്ഞിയും എല്ലാം ഇക്കാക്ക് ഞാൻ അങ്ങനെ സെർവ് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.